ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ എന്ത് കാണുന്നതിന് ബേസ് ചെയ്ത് ഗൂഗിളിന് എൻ്റെ ഒരു പേഴ്സണൽ പിക്ചർ കാണും, അത് എന്നിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ XYZ വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് ABC ആണെന്ന് മുൻകൂട്ടി അതിന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു ഷൂവിനെ പറ്റി സംസാരിച്ച കുറച്ച് കഴിയുമ്പം ആമസോൺ എടുത്ത് നോക്കുമ്പോൾ ആഡ് കാണുന്ന കമ്പനീസ് എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പ്രൈവസി ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞാലും ദേ ആർ സെല്ലിങ് യുവർ ഡേറ്റ, ദേ വിൽ സെൽ യുവർ ഡേറ്റ. അങ്ങനെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റേഴ്സ് ഫേസ്ബുക്ക് തന്നെ സമ്മതിച്ചു 650 മില്യൺ പ്രൊഫൈൽസ് അവർ ഫേക്ക് പ്രൊഫൈൽസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കാണുമ്പോൾ നോർമൽ ആൾക്കാരെ പോലെ ഡെയിലി ജോബ് ഉണ്ടെന്ന് തോന്നിക്കുന്ന, ഡെയിലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന അത്രയും ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ഈ പ്രൊഫൈൽസ് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഒരു സെൻസിറ്റീവ് സോഷ്യൽ ഇഷ്യൂ വന്നെന്ന് വെച്ചോ. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു സെൻസിറ്റീവ് സോഷ്യൽ ഇഷ്യൂൻ്റെ ഒരു വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്ത് അടിയിൽ കമൻസ് നോക്കും. ഈ കമൻസ്, ഈ ബോട്ട് പ്രൊഫൈൽസ് എന്ത് പോസ്റ്റ് ചെയ്യും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ വീട്ടുകാരെ വായിക്കുന്നെങ്കിൽ ഓക്കെ, ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി നല്ലത് പറയുന്നുണ്ട്, ഇത് നല്ലതായിരിക്കാം എന്നൊരു ഒപ്പീനിയൻ അവിടെ ഫോം ആവുകയാണ്. സോ അത് നമ്മൾ വലിയ അവെയർ ആയിരിക്കണം. കാര്യം ഇഫ് യു ആർ സമ്മൺ ദാറ്റ് ഗോസ് വിത്ത് ദ ക്രൗഡ്, ഇപ്പം നമ്മൾ എത്ര ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും ആൾക്കാർ എന്ത് പറയുന്ന കേൾക്കുന്ന ഒത്തിരി ലാസ്റ്റ് സെക്ഷൻ സൊസൈറ്റി ഉണ്ട്. സോ സൊസൈറ്റീനെ ഭയങ്കര ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്.